മച്ചന്മാരെ നമ്മൾ കൈലാസ ടെമ്പിളിലേക്കാണ് വന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. പുറത്ത് നല്ല ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗാർഡനാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ് ഉള്ളിലുള്ളത്. അത് മാത്രമല്ല നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തണുള്ളൂ. നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും ഇതങ്ങനെ ഏക്കിട്ടിരിക്കണ്. അപ്പോൾ നമ്മളിതാ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാട്ടോ. ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. വെള്ളം ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇതും കൂടെ ഒന്ന് കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ് നമ്മൾ. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ വലിയൊരു മൗണ്ടനാണ്, മലൻ്റെ ഉള്ളിലാണ് ഈ സംഭവമുള്ളത്. മലൻ്റെ മേളിലേക്കൊക്കെ നമുക്ക് കയറാം. അപ്പോൾ സ്ട്രെച്ചറിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഫുൾ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മൾ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് ഉഷാറായിട്ട് നമുക്ക് പുറത്തേക്ക് തിരിച്ചു വരുന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ. മാരകല പാറൊക്കെ വെട്ടിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. മാരകമാണ്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു ബാക്കിൽ ഫുൾ പാറകൾ വെട്ടിയിട്ടാണ് ഈ കോലത്തിലാക്കുന്നത്. അല്ല, ഫുള്ള് ഒരു രക്ഷയില്ല. കാണിക്കുന്ന ഭാഗം അതൊക്കെ ഒരു മല വെട്ടി തുരന്നിട്ട് അന്നത്തെ കാലത്ത് ആൾക്കാർ ചെയ്തിട്ടുള്ള സംഭവം. ഈ ഫില്ലറൊക്കെ കണ്ടങ്ങനെ ഫുള്ള് പെരുങ്ങല്ലാണ്. ഒരു രക്ഷയില്ല എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്താണ് പാറ അടർന്നു വന്നിട്ടുള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെ ഫുള്ളൊരു ചുറ്റോടിക്ക് നടന്നു പോകാനുള്ളൊരു ഒത്തുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ളായിട്ട്. ഇങ്ങനെ പോകണമെങ്കിൽ നടന്നു പോയതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് അത്രയ്ക്ക് കാണാൻ നിൽക്കണ്ടല്ലോ. ആ റൗണ്ടായിട്ട് ചെയ്യുന്ന പേരിൽ ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ എത്ര ഉണ്ടാവും എന്നെ കഴിച്ചപ്പോൾ എത്ര ഏക്കർ ഉണ്ടാവും ഈ ഒരു സംഗതി നിൽക്കണേ? ഈ ഒരു സംഗതി നിൽക്കണ എത്ര ഏക്കർ ഉണ്ടാവും? ഉണ്ടാവില്ലേ? മാസം 2 കുമ്പന്മാരാണ് പോകുന്നത്. റഷീദും ജമ്മാനും നല്ല ജനമാണ് കേട്ടോ. ജനത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ആ കാണേണ്ട അതിൻ്റെ മുകളിലേക്ക് കയറണം. അവിടെ നിന്നാണ് നമ്മൾ പുറത്തുള്ള വ്യൂ കാണാൻ പറ്റുക. മച്ചന്മാരപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയില്ല, നേരെ പുറത്തിറങ്ങി. ഇത് കണ്ട നിങ്ങൾ, ഇതൊക്കെ ഇതേപോലത്തെ ടെമ്പിളുകളാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് പിന്നെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മളകത്തേക്കൊന്ന് ജസ്റ്റ് കയറി വെക്കാം. സ്റ്റെപ്പൊക്കെ വൈബാട്ടോ. ഒക്കെ പഴയകാല ശില്പികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല.
നമ്മൾ പകുതി വരെ പോയി തിരിച്ച് അതേപോലെ പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടേജും മുറ്റും കാര്യങ്ങളൊക്കെ മാരക വൈബ്, ഒരു രക്ഷയില്ല. റഷീദ് സാറൊക്കെ ഫുൾ ക്യാമറയിലാട്ടോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായാണ്. സോളാർ പാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തടുത്ത് ഇതേപോലെ ഓരോരോ സംഭവങ്ങളൊക്കെ മലകൾ തുരന്ന് അതിൻ്റെ അകത്ത് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടോ. പഴയകാല ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസാണ്. ഒരു പ്രാവശ്യങ്ങളൊക്കെ കാണണം. സ്റ്റെപ്പ് കയറി പോകാറുള്ള ടാസ്ക്കാണ്. വവ്വാലുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം മച്ചന്മാരെ. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണ് ഇവിടുന്ന് കാണുന്നത്. കുറേ ലോങ് സൂം ചെയ്യേണ്ട ഒരവസ്ഥയുള്ളൂ. അപ്പോൾ വെള്ളം കുറവാണ്, ചെറുതായിട്ട് ചാറിനുള്ളൂ. നമ്മൾ ആരിസും റഷീദൊക്കെ പാഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. ഞാനിത് അതിൻ്റെ മേലെ കൂടെ അങ്ങനെ നടന്ന് അങ്ങോട്ട് പോയി വെക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങേ അറ്റത്ത് നമുക്ക് എത്തട്ടോ. രണ്ടുപേര് താഴെയും ഞാൻ ജമാൽ സാറുമ്പാട് അതിൻ്റെ മേലേക്ക് പോകാമെന്നാണ് ഉദ്ദേശിച്ചുള്ളത്. ഇവിടുന്ന് നോക്കുമ്പോൾ താഴെ ഭാഗം മൊത്തം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെള്ളം ചാടിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഭയങ്കര സേഫ്റ്റിയിലായിട്ടുള്ളത്. ഇവിടെയൊക്കെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് വെള്ളമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് അമ്പലം പോലത്തെ സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. വെള്ളം വന്ന് ചാടിയിട്ട് ഉള്ള ഹോൾസാളാട്ടോ, പാറയിലൊക്കെ ഉള്ള ഹോൾസാളാണിത്. മഹാരാഷ്ട്രയാണുള്ളത്. മഹാരാഷ്ട്രയിലുള്ള പ്ലേസാണിത്. ഒരു പ്രാവശ്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. വെള്ളം ചെറുതായിട്ട് ചാടുന്നുണ്ട്, എന്നാൽ അത്ര വലിയ വെള്ളമൊന്നുമില്ല. പക്ഷെ കറുപ്പ് കളർ വെള്ളം കേട്ടോ. അത് കണ്ട് നിങ്ങൾ വെള്ളം ചാടിയിട്ടുള്ളൊരവസ്ഥകളാണിത്. അപ്പോൾ ഇവിടെയാണ് ലാസ്റ്റ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. ജമാൽ സാർ താഴെ നിൽക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഈ ഭാഗം പാടൊന്ന് ഫിനിഷ് ചെയ്യാച്ചിട്ട് വന്നതാണ്. ആരൊരാൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു വട്ടം എല്ലാവരും ഒന്ന് കാണുക. അപ്പുറത്ത് താഴോട്ട് ഞാൻ പോകണില്ല. അപ്പോൾ താങ്ക് യു. ഓക്കെ.